ആ 2 പോസ്റ്റുകളും 100% സത്യമുള്ളത് തന്നെയാണ്. പക്ഷേ 2 ദിവസം കൂടി എന്നോട് നിശബ്ദനായിരിക്കാനായിട്ട് ഈ ബാലഭാസ്കർ മരിച്ചതല്ല, അല്ലാതെ ബാലഭാസ്കറിനെ കൊന്ന പ്രതികളെയാണ് അറസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലോട്ടേ വരത്തുള്ളൂ. അങ്ങനെയല്ല. ആ കേസില് വന്ന ഒരു കേസില് ആരൊക്കെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പ് കലാഭവൻ സോബി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാം തെളിഞ്ഞു, 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ബാലഭാസ്കറിന്റെ കൊലയാളികളെ ഉടനെ പിടിക്കും, ഇന്ന് നിർണായക അറസ്റ്റ് ഉണ്ടാവും, ഒരു ടെസ്റ്റ് ഉണ്ട്, ഒരു നിർണായക തെളിവ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇടുന്നു. അന്ന് അറസ്റ്റ് ഉണ്ടായില്ല. അതിനുശേഷം ഇന്നലെയും പുള്ളി വീണ്ടും ഒരു പോസ്റ്റ് ഇടുന്നു. അങ്ങനെ 2 പോസ്റ്റ് തുടർച്ചയായിട്ട് 2 പോസ്റ്റുകൾ ഇടുന്നു. ഈ 2 പോസ്റ്റുകൾ ഇട്ടതിന് ശേഷവും ഇതുവരെയായിട്ട് ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, മെയിൻ സ്ട്രീം മീഡിയകളൊന്നും ഇതിനെക്കുറിച്ച് കാണാനൊരക്ഷരം മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആർക്കും ഇങ്ങനെ ഒരു വാർത്ത കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഞാൻ അതും ചൊല്ലിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ പുള്ളിയുടെ ആ വീഡിയോയും കണ്ട് പുള്ളിയുടെ വോയിസൊക്കെ കേട്ടുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് ഇങ്ങനെ ഒരു കേസ് നടക്കുന്നത്. ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, അവരുമായിട്ട് സംസാരിച്ചു. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. അതിനുശേഷം കലാഭവൻ സോബിയെ നമ്മൾ സുഹൃത്തുക്കൾ ചേർന്ന് ഡയറക്റ്റ് വിളിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഇതിൻ്റെ വിഷയം എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. അതിന് മുമ്പ് ഇപ്പം കുറച്ച് മുമ്പ് ഈ പുള്ളി ഈ കലാഭവൻ സോബി ഇതിൻ്റെ ഒരു വിശദീകരണവുമായിട്ട് ഫേസ്ബുക്കിൽ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ജനുവരി 23, 24 ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് 2 പോസ്റ്റുകൾ ഞാൻ ഇട്ടിരുന്നു ഈ ബാലഭാസ്കർ കേസുമായി ബന്ധപ്പെട്ട്. ആ 2 പോസ്റ്റുകളും 100% സത്യമുള്ളത് തന്നെയാണ്. പക്ഷേ 2 ദിവസം കൂടി എന്നോട് നിശബ്ദനായിരിക്കാനായിട്ട് ഈ ഏജൻസികൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ യാതൊരു നിർവാഹവും ഇല്ല. ആരും അതിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. നല്ല വാർത്തകൾ തന്നെ വരും. അതിനകത്തുള്ള കസ്റ്റഡി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ അതിൽ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. കുറി കേസ് വിജയിക്കും. 2 ദിവസത്തോടെ നിശബ്ദനാവാൻ പറഞ്ഞുകൊണ്ട് മാത്രം കൂടുതൽ അപ്ഡേഷൻസ് എനിക്ക് ഇടാൻ യാതൊരു നിർവാഹവുമില്ല. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. വെറുതെ ഇട്ട ഒരു മെസ്സേജ് അല്ല. ഞാൻ ബാലഭാസ്കർ കേസ് തുടങ്ങിയിട്ട് 6 വർഷം 3 മാസവും കഴിഞ്ഞു. ഈ ബാലഭാസ്കർ കേസിൽ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അതുകൊണ്ട് തന്നെ 100% ഇത് ജെന്യൂനുള്ളതാണ്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അധികം വൈകാതെ തന്നെ നല്ല വാർത്തയായിട്ട് വരാം. നന്ദി, നമസ്കാരം. കേട്ടല്ലോ, പുള്ളി ഇതിനകത്ത് പറയുന്നത് എന്താണ്, 2 ദിവസവും കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പുള്ളി ഇട്ട പോസ്റ്റ് അല്ലെങ്കിൽ പുള്ളിയുടെ ആ വോയിസ് ഒക്കെ വളരെ കൃത്യമാണ്. ഇതിനൊരു നിർണായകമായ അറസ്റ്റ് ഉണ്ടാവും, 2 ദിവസത്തിനകത്ത് ഉണ്ടാവും, എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിയുടെ ലാസ്റ്റ് ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അൺഫോർച്യുനേറ്റ്ലി അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഞാൻ വിളിച്ച കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് അവിടെ വിളിച്ച് ഞാൻ ചോദിച്ചു, ഇതുപോലെ ഈ പറയുന്ന കലാഭവൻ സോബിയുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ബാലഭാസ്കറിൻ്റെ പിന്നീട് മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്ന് ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടു, അതിനെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ അറിവിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലുള്ളവർ പറഞ്ഞത്. അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അറിവിൽ അങ്ങനെ ഒരു അറസ്റ്റോ കാര്യങ്ങളോ ഇല്ല. ഈ പറയുന്ന കലാഭവൻ സോബിയുടെ പരാതി പ്രകാരം മുമ്പെന്തോ 2 കേസ് എന്തോ ഉണ്ടായിരുന്നു. അത് കേസ് മറ്റൊന്നുമല്ല. ഈ കേസെന്ന് പറയുന്നത് ഈ കലാഭവൻ സോബിയെ ഒരിക്കൽ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ആരോ വന്നു എന്ന് പറഞ്ഞിട്ട്, ഈ ആക്രമിക്കാൻ വന്ന വീട്ടിൽ വന്നവർ അവരുടെ സ്റ്റാഫിന്, അവരുടെ ലേഡി സ്റ്റാഫിനെ കയറി പിടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായി. അങ്ങനെയായിരുന്നു കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഞാൻ ചോദിച്ചു, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറസ്റ്റ് നടന്നോ? ഇല്ല, അതുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റും നടന്നില്ല എന്നാണ് അവർ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയ സംഭവം. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ, നമുക്കൊരു ബന്ധമില്ലെന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, അതായത് ഇവിടെ ഈ കലാഭവൻ സോബി പറയുന്ന ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബാലഭാസ്കറിനെ അന്ന് കൊലപ്പെടുത്തി അല്ലെങ്കിൽ ബാലഭാസ്കറിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞില്ലേ, അവിടെ വെച്ച് കണ്ട ആൾക്കാരെയല്ല ഇയാൾ കണ്ടിട്ടുള്ളത്. അതായത് ഈ പുള്ളിയെ ആക്രമിക്കാൻ വന്നപ്പോൾ കണ്ട ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഇതിന് ശേഷം നമ്മളൊരു ഫ്രണ്ട്സുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ ഈ കലാഭവൻ സോബിയെ വിളിച്ചായിരുന്നു. നമ്മൾ വിളിച്ചിട്ട് സംസാരിച്ചു, എന്താണ് സംഭവം സംസാരിച്ചപ്പോൾ അപ്പോഴാണ് ഈ പുള്ളി പറയുന്നത് അതല്ല, ഈ ഒരു സംഭവമാണ്. അതായത് പുള്ളിയെ ആക്രമിക്കാൻ വന്നു, അതായത് ഈ പറയുന്ന സ്റ്റാഫ് ലേഡീനെ കയറി പിടിക്കാനൊക്കെ ശ്രമിച്ചു. അങ്ങനെ അതുമായിട്ടുള്ള കേസിൽ ഈ പറയുന്ന ലേഡി, ഞാൻ ആ വോയിസ്, നമ്മൾ അവിടെ സംസാരിച്ച വോയിസ് ഇതിൻ്റെ ബാക്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കേട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ലേഡി ഐഡൻറ്റിഫൈ ചെയ്തു, ഈ പറയുന്ന 4 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനി പുള്ളി സ്ഥലത്തില്ല, പുള്ളി വന്നുകൊണ്ടിരിക്കുന്നോളൂ, ഇന്നെന്തോ വരുമെന്ന് എന്തോ പറഞ്ഞതാണ്.
ഇന്ന് വരും. ആ സമയത്ത് ഞാനും കൂടി പോയി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് പറഞ്ഞത്. പോലീസുകാർ അങ്ങനെ പറയാത്തത് അവർ സീക്രട്ടായിട്ട് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പോലീസുകാർ അങ്ങനെ പറയാത്തത് എന്നാണ് കലാഭവൻ സോബി പറയുന്നത്. മനസ്സിലായി. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് എടുത്ത് ചോദിച്ചു, ഈ താങ്കളെ ആക്രമിക്കാൻ വന്ന ഒരു കേസാണല്ലോ, അതുമായി ബന്ധപ്പെട്ടാണല്ലോ താങ്കളിപ്പം അറസ്റ്റ് രേഖപ്പെടുത്തി എടുത്താൻ പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും ഇതുമായിട്ട് എന്ത് ബന്ധമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അത് ഇതുമായിട്ട് ബന്ധമുണ്ട്. കാരണം എനിക്ക് അങ്ങനത്തെ വേറെ ശത്രുക്കളൊന്നുമില്ല, എനിക്കൊരു ശത്രുക്കളുമില്ല. അപ്പോൾ എന്നെ ആക്രമിക്കാൻ വന്നിട്ടുണ്ട് എങ്കിൽ അത് ഈ പറയുന്ന ബാലഭാസ്കറുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള അവർ തന്നെ ആയിരിക്കും. അപ്പം ഇതിൽ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാലഭാസ്കറിൻ്റെ പിന്നീട് മരണവുമായി അവർക്ക് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കുകയും ചെയ്ത് തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു പോസ്റ്റ് ആയിപ്പോയില്ലേ. നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് എന്ന് പറയുമ്പോൾ ബാലഭാസ്കറെ അപായപ്പെടുത്തി ആരോ ആണ് ഇവർ തിരിച്ചറിഞ്ഞത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമല്ലേ. അപ്പോൾ പുള്ളി പറഞ്ഞാൽ അതെ അങ്ങനെ തന്നെയാണ്, എന്നെ ആക്രമിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുമായി ബന്ധപ്പെട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരിലേക്കുള്ള ലീഡ് കിട്ടില്ലേ. അപ്പോൾ ആദ്യത്തെ ബാലഭാസ്കറിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ അറസ്റ്റായിട്ട് നമുക്കിതിനെ കണ്ടുകൂടെ എന്നാണ് പുള്ളി പറയുന്നത്. ഒരു തരത്തിൽ പുള്ളി പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം പുള്ളിക്ക് വേറെ ശത്രുക്കളും കാര്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ പുള്ളിയെ ആക്രമിക്കണമെങ്കിൽ ചിലപ്പോൾ മേ ബി ഈ ബാലഭാസ്കർ അവർ പറഞ്ഞു വിട്ടതോ അങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ പുള്ളി പറയുന്നത് കള്ളമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പിടുത്തവുമില്ല. പുള്ളി കള്ളം പറയേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു നോർമൽ വ്യക്തിക്ക് അങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല അല്ലേ. വെറുതെ ഒരു പോസ്റ്റ് അടിച്ചിറക്കിയിട്ട് ഇങ്ങനെ പറയേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായി. അപ്പോൾ എന്തോ ഇരുന്നുണ്ട്. പുള്ളി ഇപ്പോഴും നമ്മൾ അതിനുശേഷം ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വിളിച്ചപ്പോഴും പുള്ളി ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യൂ. 2 ദിവസം നമുക്കൊന്ന് പുറത്തുവിടാൻ പറ്റില്ല. കൃത്യമായിട്ട് ഞാൻ അല്ലാതെ എനിക്ക് തലയ്ക്ക് ഭ്രാന്തായിട്ടുണ്ടെന്നല്ല ഞാൻ അയച്ചത്. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അതിന് എന്തായാലും ഞാൻ ഈ 6.5 കൊല്ലം കൊണ്ടുള്ള എൻ്റെ ഒരു സംഭവത്തിൽ ഇത്രയും ഇതിൻ്റെ ബാക്കിൽ നടക്കുമായിരുന്നു. അതിനൊരു പൂർണ്ണത വരുന്നുണ്ട്, അതിനൊരു ഫലം എനിക്ക് കിട്ടാൻ പോകുന്നു. അതുകൊണ്ട് വളരെ സന്തോഷത്തിലാണ് എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വോയിസ് ഇപ്പം ഇതിൻ്റെ ബാക്കിൽ കൊടുക്കാം, നിങ്ങളതൊന്ന് കേട്ടു നോക്ക്, എന്തൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് കേട്ടു നോക്ക്. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നത് എന്താണ് എൻ്റെ സത്യാവസ്ഥ ഏത് തീരുമാനിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ആ വോയിസ് ഒന്ന് കേട്ടു നോക്ക്. ഹലോ ഇപ്പൊ നമ്മൾ ഊന്നുങ്കൽ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട സമയത്തെ ശരിക്കും അവര് പറയുന്ന അങ്ങനത്തെ ഒരു അറസ്റ്റോ കാര്യങ്ങളോ ഒന്നും അവിടെ നടന്നിട്ടില്ല. കുറച്ച് നാൾക്ക് മുന്നേ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു സ്ത്രീയെ ഇങ്ങനെ കയറി പിടിക്കാനായിട്ട് ആരോ നോക്കിയതിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നിലവിൽ അറസ്റ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല. ഒരുപാട് ആൾക്കാർ ഈ ഒരു വിഷയമായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അതെന്തായിരിക്കും അപ്പൊ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ? അല്ല അങ്ങനല്ല സുഹൃത്തുക്കം പറഞ്ഞത്, അവ എങ്ങനെ കസ്റ്റഡിയിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്. കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്താലേ അറസ്റ്റ് രേഖപ്പെടുത്തുള്ളൂ അവര്. അങ്ങനെ അവര് കസ്റ്റഡിയിൽ പോലും അങ്ങനെ ബാലഭാസ്കറിന്റെ കേസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു മനുഷ്യരെ അവർ കസ്റ്റഡിയിൽ എടുക്കുകയോ അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ അവർ ചെയ്തിട്ടില്ലെന്ന് വ്യക്തമായിട്ട് അവർ പറഞ്ഞു. ഇല്ല രാജേട്ട കേൾക്കുന്നില്ലേ? ഹലോ രാജേട്ടാ, എന്തൊരു പറഞ്ഞേ? ഇതിനകത്ത് നമ്മള് മറ്റേ യൂട്യൂബേഴ്സ് ആണ് ആക്ച്വലി കേട്ടോ. ഞങ്ങളും ഒരു 3-4 പേരുണ്ട്. നമ്മള് എല്ലാവരും എന്തായാലും നാളെ 11 മണിയാകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇതിന്റെ നിജസ്ഥിതി മനസ്സിലായിക്കോളൂ. ഞാൻ എന്റെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. നമ്മളില്ലെങ്കിൽ അങ്ങനെ ഇടുവോ? പോലീസിന് സല്യൂട്ടും പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിരുന്നോ? അത് കണ്ടിരുന്നു. പക്ഷെ അതിനകത്ത് ഇത് ശരിക്കും ചേട്ടന് പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ വന്ന ആളാന്ന് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. അതിനകത്ത് കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാർ ചിന്തിക്കുന്നത് ബാലഭാസ്കറിന്റെ കേസിലെ പ്രതികൾ എന്ന് പറയുമ്പം ബാലഭാസ്കറിനെ വണ്ടി ഇടിച്ച് ബാലഭാസ്കർ മരിച്ചതല്ല, അല്ലാതെ ബാലഭാസ്കറിനെ കൊന്ന പ്രതികളെയാണ് അറസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലോട്ടേ വരത്തുള്ളൂ. അങ്ങനെയല്ല. ആ കേസില് വന്ന ഒരു കേസിൽ ആരൊക്കെ കക്ഷി ചേരണ്ടോ അതിനകത്ത് സപ്പോർട്ട് ചെയ്യണം, അവരൊക്കെ പ്രതികളാവൂലേ? ഞാൻ പറഞ്ഞു ഇപ്പൊ സപ്പോസ് ഒരു ക്രൈമിന് പോകുമ്പോ അതില് വണ്ടി ഓടിച്ചോണ്ട് പോണ ആളും അതിന്റെ അകത്തിന്റെ അയാളും പ്രതിയാവൂലേ? അത് തീർച്ചയായിട്ടും വരില്ലേ? അല്ല ഞാൻ പറഞ്ഞോളൂ, ഞാനിവരെ കണ്ടിട്ടില്ല. ഞാനിവരെ നാളെ കാണുള്ളൂ. എന്നോട് 10 മണി ഒരു സമയം പറഞ്ഞേക്കണം. പക്ഷെ അങ്ങനെ ഒരു വ്യക്തികൾ ഇല്ലെന്നും എടുക്കുന്നില്ലെന്നും പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് പിന്നെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതിനെ അല്ല ഞാൻ പറയാം, പോലീസിനോട് ഇങ്ങനെ ഒരാളിങ്ങനെ വാർത്തയിട്ടുണ്ട്, പുള്ളിക്കെതിരെ നടപടി എടുക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. നമ്മൾ ചോദിക്കും, നിങ്ങൾ യൂട്യൂബർമാരല്ലേ, നിങ്ങൾക്ക് ചോദിക്കുന്നതിന് കുഴപ്പം? പോലീസുകാർ ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനെ നടപടി എടുക്കുന്നെങ്കിലും സ്വാഭാവികമായിട്ടും ആ ഒരു ജെനുവിനിറ്റി അല്ലേ നഷ്ടപ്പെടുന്നത്. ചേട്ടനെ സംബന്ധിച്ച് ഈ ഒരു വിഷയം ഏറ്റവും ഭയങ്കര ഒരു ഐ വിറ്റ്നസ് ആണ്.
എന്റെ ജനുവിനിറ്റി കളയാൻ ഞാൻ തയ്യാറാകും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, അതുകൊണ്ടാണ് അത്രയും ചേട്ടൻ അത്രയും ഒരു മിനിറ്റ് പറയട്ടെ. ഞാൻ ഒരു മിനിറ്റ് പറയട്ടെ. മിനിങ്ങാന്ന് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, അന്ന് അറസ്റ്റ് ഉണ്ടായേക്കാന്നും പറഞ്ഞോണ്ട്. അപ്പൊ അവരുടെ അടുത്തുനിന്നുള്ള ഇൻഫർമേഷൻ ആയിരുന്നു അങ്ങനെ അറസ്റ്റ് ഉണ്ടായേക്കാം, മിക്കവാറും ചെയ്യൂന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ വൈകുന്നേരം അവര് വിളിച്ചിട്ട് പറഞ്ഞത് ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പൊ രാവിലെ അവർ 5:30 വിളിച്ചിട്ട്, അപ്പൊ ഞാൻ രാവിലെ തന്നെ ഇത് ഇട്ടായിരുന്നു, വെളുപ്പിനൊരു 3 മണിക്ക് തന്നെ പോസ്റ്റ് ചെയ്തായിരുന്നത്. അപ്പൊ പത്രക്കാർക്ക് മാത്രം കൊടുക്കരുതെന്ന് അവർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവര് വിളിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ അവര് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വിളിച്ചിട്ടാ പറഞ്ഞ ഇന്ന് കുറച്ച് കാര്യങ്ങൾ തീർപ്പാവാനുണ്ട് അതിന്റെ അകത്ത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ പറയണല്ലേ നമുക്ക്, അവര് നമ്മളോട് പറഞ്ഞല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഇടാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങളോട് അവർ പറയുമ്പോ ഇങ്ങനെ പറഞ്ഞു. ഞാൻ എന്റെ ഒരു ഇത്രയും 6 വർഷം ഇതിന് നിന്നിട്ട് ആ സാധനത്തിന്റെ ക്രെഡിബിലിറ്റി കളയാൻ ഞാൻ തയ്യാറാവില്ല, ഒരിക്കലും തയ്യാറാവില്ല. കാരണം നമുക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട കാര്യമില്ലല്ലോ. പോലീസുകാര് പറഞ്ഞതിൽ കാര്യമുണ്ട്. അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അവര് അത് ഞാൻ പറഞ്ഞില്ല, അവര് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അവര് അറസ്റ്റ് രേഖപ്പെടുത്തി അപ്പൊ തന്നെ കോടതിയിൽ ഹാജരാക്കണ്ടേ? ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണല്ലോ. അതുകൊണ്ട് നിങ്ങൾ കൊല്ലം സ്റ്റേഷനിലൊന്ന് അന്വേഷിച്ച് നോക്കിക്കേ. ഈ വണ്ടി അവിടെ പിടിച്ചിട്ടുണ്ട്. കൊല്ലം ഏത് സ്റ്റേഷൻ? ഈസ്റ്റ് ആണോ അതോ ഏതാണെന്നറിയാം? അത് അറിയില്ല കേട്ടോ. കാരണം ഇവരെ ഈ ഊന്നൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് കൊല്ലം സ്റ്റേഷനിലെ ജീപ്പിലെ കൊണ്ടുവന്നെ. അതിൽ കൊല്ലം PS എഴുതിയിട്ടുണ്ടായിരുന്ന എന്റെ സ്റ്റാഫ് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമേ നടന്നതായിട്ട് പോലീസുകാർ എവിടെയും പറയുന്നില്ല. പോലീസുകാർ നാളെ പറഞ്ഞോളൂ. അത് പുറത്ത് വന്നില്ലെങ്കിൽ അപ്പൊ അവിടെയും ഏറ്റവും കൂടുതൽ ബാലഭാസ്കറിന്റെ കേസിലെ പ്രതികളെ അറസ്റ്റ് ആയെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മിസ്ലീഡിംഗ് അല്ലേ പോകുന്നേ ആൾക്കാരുടെ ഇടയിൽ? അപ്പൊ പോലീസിന്റെ വോയിസ് റെക്കോർഡ് നമ്മൾ പുറത്തിടും. അത് സംസാരിച്ചേക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഫോണിൽ സംസാരിച്ചേക്കുന്ന സാധനങ്ങളില്ല. അങ്ങനെ ചെയ്യില്ല അവര്. അങ്ങനെ ഒരു CBI കളിച്ച കൂട്ട് നാറി കളി കേരള പോലീസ് കളിക്കുന്ന എനിക്ക് തോന്നല്ല. CBI കളിച്ചു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി നാറി കളി എന്നല്ല, പരനാറി കളിയാ CBI കളി. അല്ല ചേട്ടാ, ഇതിപ്പം ഇത്രയും 6 വർഷമായ ഏറ്റവും വലിയൊരു സെൻസേഷണൽ ആയ ഒരു കേസില് ഈ മെയിൻ പ്രതികളെ പിടിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ വരികയും അതിനെ തുടർന്ന് ഒരു മനുഷ്യരും ഇത് ടേക്കപ്പ് ചെയ്യാതിരിക്കുകയും അതിന്റെ സത്യാവസ്ഥ നമ്മൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് വരുമ്പോഴത്തേക്ക് ഈ ഒരു വാർത്ത വ്യാജമായിട്ട് സ്വാഭാവികമായിട്ടും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇറക്കുന്ന രീതിയിലോട്ടല്ല പോത്തുള്ളൂ. അത് അങ്ങനെ എന്ത് പറ്റിച്ചിട്ട് എന്താ ഗുണം കിട്ടുന്നത്? അങ്ങനെ പറ്റിച്ചിട്ട് എന്തെങ്കിലും ഒരു ലാഭമുണ്ടോ? നഷ്ടമല്ലാണ്ട് വേറെ എന്തെങ്കിലും ലാഭമുണ്ടോ? നഷ്ടമല്ലാണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു വ്യാജ വാർത്ത കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ അന്നോട്ട് ഇന്ന് വരെ എന്തൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ അതൊക്കെ സത്യമായിട്ട് വന്നിട്ടുള്ളൂ. ഒരു സാധനം അസത്യമായിട്ട് വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ ഇടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ സ്റ്റാഫ് അവിടെ ചെന്ന് അവര് തിരിച്ചറിഞ്ഞ ആളാണ്, അവിടെ കയറിയ ആൾക്കാര്. ഇങ്ങനെ സംഭവം നടന്നത് 1 മാസങ്ങൾക്ക് മുന്നെയാണ് ഈ ഒരു സംഭവം നടന്നതെന്നാണ് അവർ പറയണത്. അന്ന് അവർ പരാതി തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷെ അല്ല, അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞ കേസ് 1 മാസം മുമ്പല്ല, 1.5 വർഷം മുമ്പ് ഉണ്ടായതാ. അതിനിപ്പോ ഓൾറെഡി കോടതിയിൽ കേസ് നടക്കേണ്ടത് 1 മാസമല്ല, 1.5 വർഷം മുമ്പ് ഉണ്ടായ കേസാ. അതിന് ഓൾറെഡി നമ്മുടെ കോമ്പൗണ്ടിൽ കയറുമ്പോൾ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കേസ് മുന്നോട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല. എന്തായാലും ശരി കേട്ടോ. അപ്പൊ നാളെ ഇങ്ങനെ ഒരു സംഭവം നടന്നില്ലെങ്കിൽ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ബാക്കി നോക്കാമല്ലോ. അവനിപ്പോ എന്ത് ചെയ്യാനാ? അതങ്ങനെ നടത്തില്ല എന്ന് അവര് പറയില്ലാന്ന്. അങ്ങനെ പറയണേ എങ്ങനെയാത്? അങ്ങനെ പറയാ എന്താ? നമ്മള് തമ്മിൽ നമ്മൾ ഈ ഒരു വിഷയത്തില് കേരള പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ നമ്മളൊരു എൻക്വയറി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഭാഷ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഇവിടെ വന്നിട്ടില്ല. ഒരുപാട് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച പത്രക്കാരുടെ അടുത്ത് അവര് പറഞ്ഞ് ഞങ്ങൾ പത്രസമ്മേളനം നടത്തി, നിങ്ങളെ വിളിച്ച് പത്രസമ്മേളനം നടത്തി ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാ പറഞ്ഞത്. ഒരു ദിവസം വെയിറ്റ് ചെയ്യാനാ പത്രക്കാരോട് പറഞ്ഞ്. രാവിലെ 10 മണിക്ക് 11 മണിക്ക് തിരുവനന്തപുരത്ത് സാധാരണ വിളിക്കുന്ന മാധ്യമങ്ങൾ വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ് കേസ്, നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചോളാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് അവരെ വിളിച്ചപ്പോ എന്നെ പറഞ്ഞെന്ന് വെച്ചപ്പോ ഒരു പത്രസമ്മേളനം നടത്തി ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ, അതായത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പത്രസമ്മേളനം വിളിച്ചതായിട്ട് അതിന്റെ നിജസ്ഥിതി നിങ്ങളെ വെളിപ്പെടുത്തുന്ന പറഞ്ഞു. അങ്ങനെ ഇല്ലാണ്ട് അല്ലാണ്ട് നമ്മൾ പോലീസിന്റെ കാര്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ട് പോലീസാണ് കണ്ടിരിക്കുന്നു തോന്നട്ടോ. നമ്മളൊരു പരസ്യം ഇങ്ങനെ ഇട്ടിട്ട്
പോലീസിന്റെ കാര്യത്തിൽ പോലീസിന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ ഒരു പരസ്യം ഇട്ടിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റുമോ? അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല. എന്ത് പറഞ്ഞാലും ഒരിക്കലും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. എന്ത് നമ്മളെത്ര മണ്ടമില്ലാണ് ഇത്ര വലിയൊരു കേസിന്റെ പുറം ഇത്രയും നാൾ നിന്നിട്ട് അവസാനം കൊണ്ട് നടന്നിട്ട് ഇങ്ങനെ ആക്കാനായിട്ട് ഒരിക്കലും നിൽക്കില്ല. നമുക്ക് 100% നാളെ പോലീസ് ഇല്ലാന്ന് പറയട്ടെ, അപ്പൊ ഞാൻ പറയാം നമ്മുടെ തെളിവ് പോലീസ് പറയില്ല. അത് ഈ പോലീസ് പറയില്ല, എന്തായാലും പറയില്ല എന്ന് പറഞ്ഞാൽ പറയില്ല, 100% പറയില്ല. അപ്പൊ അത് ഇനി നാളെ നിങ്ങൾ എന്തായാലും ഇപ്പൊ ഇത്ര രാവിലെ 11 മണി എന്ന് പറഞ്ഞാൽ ഒരു 12 മണി ഒരു പ്രതീക്ഷ, ഒരു 12 മണിക്കൂറായിട്ട് കാര്യമല്ലേ ഉള്ളൂ. ഒന്ന് വെയിറ്റ് ചെയ്യാൻ. അതെ, ഇത് നമ്മളിപ്പോ ഈ ഒരു കേസ് താങ്കൾ അവിടെ വീട്ടിൽ വന്ന് ആക്രമിച്ചുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഈ കേസ് കൊടുത്തിരിക്കുന്നത്? അവരെയല്ലേ പിടിച്ചിരിക്കുന്നത്? പിന്നെ കേസ് നമ്മൾ ആരും കൊടുത്തതല്ല. ഇങ്ങനെ ഒരു വണ്ടി വന്ന് നിന്ന് ഞാനില്ല. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അവിടെ ഒരു വണ്ടി വന്ന് ഇങ്ങനെ നിന്നു, പോയ സ്ഥലത്ത് നിന്നു. അപ്പൊ നമ്മുടെ സ്റ്റാഫാ കണ്ടത്. അത് ഞാൻ ഒന്നും നാട്ടിലില്ല. സ്റ്റാഫ് അതിന്റെ ഫോട്ടോ എടുത്തു. അപ്പൊ രാത്രി പോലീസ് നമുക്ക് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് പോലീസുകാർ എന്തെങ്കിലും അപകടമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ഫോട്ടോസ്, ഈ വണ്ടിയുടെ ഫോട്ടോസും ഉൾപ്പെടെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഇത് പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചു പോകുന്നത്. നമ്മളായിട്ട് കേസായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായില്ല, ഇപ്പോഴും കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ അത് ബാലഭാസ്കറിന്റെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊല്ലത്തുനിന്ന് ആർക്കും ഇവിടെ വരേണ്ട കാര്യമില്ല. അത് പിന്നെ പോലീസ് അന്വേഷിച്ച് അതിന്റെ വ്യക്തത വരുത്തിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു മനസ്സിലാവും. നമ്മുടെ നാട്ടിലുള്ളപ്പോ എന്റെ വീട് കോതോങ്ങല, പെരുമ്പാവൂരിൽ ആള് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് കൊല്ലത്തുനിന്ന് ഒരാള് നമ്മുടെ കൊല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ലല്ലോ. ഒരിക്കലും നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമല്ല. കൊല്ലത്തുനിന്ന് അങ്ങനത്തെ ടീമുകൾ അത് നിങ്ങൾക്ക് നാളെ കണ്ട് ഇതൊക്കെ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ബോധ്യമായിക്കോളും. അതിനകത്ത് ടെൻഷൻ പിടിക്കണ്ട കേട്ടോ, ഉറപ്പായിട്ടും. ശരി, ഓക്കെ. ഓക്കെ.